എല്ലായിടത്തും മുസ്ലിം സൂചനകൾ ഒഴിവാക്കി അവിടെയൊക്കെ ഹൈന്ദവരെ കുത്തിക്കയറ്റുന്നത് ഹിന്ദുത്വരുടെ പതിവും ഹോബിയുമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് പലപ്പോഴും അബദ്ധം പറ്റാറുമുണ്ട്. അങ്ങനെയൊരു അബദ്ധമാണ് ഇപ്പോൾ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം അവർ ചരിത്രം പഠിക്കുക പതിവില്ലല്ലോ. മധ്യപ്രദേശിലെ ഭോപ്പാൽ ബർക്കത്തുള്ള സർവകലാശാലയുടെ പേര് മാറ്റാൻ തീരുമാനിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സർവകലാശാലയുടെ പേര് വാഗ്ദേവി ഭോജ്പാൽ സർവകലാശാല എന്നാക്കാനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന പ്രത്യേക എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ശുപാർശ ചാൻസലർ മംഗുഭായ് പട്ടേലിന് കൈമാറിയിട്ടുമുണ്ട്. 11ാം നൂറ്റാണ്ടിൽ പാർമർ രാജാവായിരുന്ന രാജാ ഭോജിന്റെ ഭൗതിക സംഭാവനകളെ ആദരിക്കാനാണ് ഈ പേരുമാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് സർവകലാശാലയുടെ വാദം. ബർക്കത്തുല്ല എന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്നും ആ പേര് മാറ്റുന്നത് ശരിയല്ലെന്നും സർവകലാശാലയിലെ രജിസ്ട്രാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 1970 ഈ സർവകലാശാല ഭോപ്പാൽ സർവകലാശാല എന്ന പേരിൽ ആരംഭിക്കുന്നത്. പിന്നീട് 1988 ഭോപ്പാലിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായ ബർക്കത്തുല്ലയുടെ സ്മരണാർത്ഥം ബർക്കത്തുല്ല വിശ്വവിദ്യാലയം എന്ന് പേര് മാറ്റി. അതാണ് ഇപ്പോൾ വീണ്ടും ഭോജരാജിന്റെ പേരിലേക്ക് മാറ്റുന്നത്. ഈ വീഡിയോയിൽ നാം 2 കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ആരാണ് ബർക്കത്തുല്ല? അദ്ദേഹം 1854 ജനിച്ച് 1927 മരണമടഞ്ഞ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും അധ്യാപകനും എഴുത്തുകാരനുമായിരുന്നു. തൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം ബ്രിട്ടൻ, യൂറോപ്പ്, ജപ്പാൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ സഞ്ചരിക്കുകയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. റഷ്യൻ വിപ്ലവത്തിനു ശേഷം ബ്രിട്ടീഷ് രാജിനെതിരെ യുദ്ധം ചെയ്യാൻ റഷ്യയിലേക്ക് പോയ ഉലമാക്കളുടെ സംഘത്തിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. ഇക്കാലത്ത് അദ്ദേഹം ലെനിനെ സന്ദർശിക്കുകയും ബോൾഷെവിക് നേതാക്കളുമായി ഇന്ത്യൻ വിപ്ലവത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ബ്രിട്ടീഷ് കൊളോണിയലിസത്തെ കെട്ടുകെട്ടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം. യൂറോപ്യൻ സാമ്രാജ്യത്തെ അദ്ദേഹം തൻ്റെ ശത്രുവായി കണ്ടു. ബർക്കത്തുല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല, സോഷ്യലിസ്റ്റുമായിരുന്നില്ല. എങ്കിലും തൻ്റെ ലക്ഷ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകളുമായി തനിക്ക് യോജിപ്പുണ്ട് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കിഴക്കൻ രാജ്യങ്ങളെ അടിമപ്പെടുത്തുന്നതിനുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ രഹസ്യ കരാറുകൾ റഷ്യ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുള്ള ജനങ്ങൾ സാമ്രാജ്യത്വത്തിനെതിരെ ഉയർന്നെഴുന്നേൽക്കണം. മുതലാളിത്ത ചൂഷണത്തിനെതിരെ സോവിയറ്റ് റഷ്യ പ്രഖ്യാപിച്ച ജിഹാദിന് പിന്തുണ പ്രഖ്യാപിക്കണം. ബോൾഷെവിക്കുകളെ കുറിച്ച് നടത്തിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മാർസിന്റെ ചിന്തയും തൻ്റെ ലക്ഷ്യങ്ങളും സമാനമാണെന്നായിരുന്നു ബർക്കത്തുല്ലയുടെ അഭിപ്രായം. രണ്ടും മർദ്ദകരില്ലാത്ത ലോകത്തെ സ്വപ്നം കണ്ടു. 1ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടനെതിരെ രൂപീകരിച്ച ഗദ്ദർ പാർട്ടിയെ അദ്ദേഹം പിന്തുണച്ചു. സായുധ കലാപത്തിലൂടെ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇന്ത്യയിലെ ആദ്യ അന്തർദേശീയ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ഗദ്ദർ പാർട്ടി. പിന്നീട് വന്ന നിരവധി വിപ്ലവകാരികളെയും ദേശീയവാദികളെയും ഇത് സ്വാധീനിച്ചു. ഭഗത് സിംഗ് ഗദ്ദർ പ്രസ്ഥാനത്തിന്റെ ആരാധകനായിരുന്നു. 1915 ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന ഗദ്ദർ പാർട്ടി നേതാവായ കർത്താർ സിംഗ് സാരാഭായുടെ ചിത്രം ഭഗത് സിംഗ് കൈവശം വച്ചിരുന്നതിന് തെളിവുകളുണ്ട്. മൗലാന ബർക്കത്ത് അലി ലിവർപൂളിലെ ഓറിയന്റൽ സർവകലാശാലയിൽ അറബി അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ജപ്പാനിലേക്ക് കുടിയേറി. അവിടെയും അധ്യാപകനായിരുന്നു. ജപ്പാനിൽ അദ്ദേഹം രൂപപ്പെടുത്തിയ സംഘടനാ സംവിധാനമാണ് പിന്നീട് സുഭാഷ് ചന്ദ്രബോസും റാഷ് ബിഹാരി ബോസും തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ജപ്പാനെ കേന്ദ്രീകരിച്ചുള്ള പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിനും ബർക്കത്തുല്ല കാരണമായി. ജപ്പാനിൽ നിന്ന് US പോയ അദ്ദേഹം അവിടെ 6 കൊല്ലത്തോളം അധ്യാപകനായി ജോലി ചെയ്തു. 1ാം ലോക മഹായുദ്ധകാലത്ത് ബർക്കത്തുല്ല രാഷ്ട്രീയ തടവുകാരെ സംഘടിപ്പിച്ച് ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. ഈ സംഘടനാ സങ്കല്പമാണ് പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് സ്വീകരിച്ചത്. അഫ്ഗാൻ വഴി ബ്രിട്ടീഷ് ഇന്ത്യ ആക്രമിക്കുകയായിരുന്നു ബർക്കത്തുല്ലയുടെയും കൂട്ടാളികളുടെയും പദ്ധതി. ഇതിനുവേണ്ടി അദ്ദേഹം അഫ്ഗാൻ രാജാവിന്റെ സഹായം തേടി. ഇതിന്റെ ഭാഗമായി സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രവാസി സർക്കാർ കാബൂളിൽ സ്ഥാപിച്ചു. 1915 അത്. രാജ മഹേന്ദ്ര പ്രതാപായിരുന്നു പ്രവാസി സർക്കാരിന്റെ പ്രസിഡന്റ്. ബർക്കത്തുല്ലയായിരുന്നു പ്രധാനമന്ത്രി. മൗലാന ഒബീദുള്ള സിന്ധി ആഭ്യന്തരമന്ത്രിയുമായിരുന്നു.
ആസാദി ഹിന്ദ് ഫൗജി രൂപീകരിച്ചപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ഈ മാതൃക ഉപയോഗപ്പെടുത്തി 1927 യു എസിലെ സാൻ ഫ്രാൻസിസ്കോവിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. ബർക്കത്തുള്ള ഇന്ത്യക്ക് വേണ്ടി ജീവിച്ച് ഇന്ത്യക്ക് വേണ്ടി തന്നെ മരിച്ചുവെന്ന് ഗദ്ദർ പാർട്ടി മാഗസിനിൽ എഴുതി. ഇങ്ങനെയൊരു നേതാവിന്റെ പേര് ഒഴിവാക്കാനാണ് സംഘശക്തികൾ ശ്രമിക്കുന്നത്. പകരം അവർ കൊണ്ടുവരുന്നത് ഭോജരാജാവിനെയാണ്. 11ാം നൂറ്റാണ്ടിലെ പരമാര സാമ്രാജ്യത്തിന്റെ ഭാഗമായ ഭോജരാജാവ് മോശക്കാരനൊന്നുമല്ല. അദ്ദേഹം എഴുത്തുകാരനാണ്, ഗ്രന്ഥകാരനാണ്, മധ്യേന്ത്യയിലെ പ്രധാന ഭരണാധികാരിയാണ്. സംസ്കൃതത്തിൽ ധാരാളം കൃതികൾ എഴുതിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഹിന്ദുത്വർക്ക് ഇപ്പോൾ ഭോജരാജാവിനോട് വല്ലാത്ത പ്രേമം തോന്നിയത്. ശിവഭക്തനായ ഭോജരാജാവ് ഇതര വിശ്വാസികളോടും സൗഹാർദ്ദം പുലർത്തിയിരുന്നു. അദ്ദേഹം 104 ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. ഭോജ്പൂരിലെ ഭോജേശ്വര ക്ഷേത്രം ഇദ്ദേഹം സ്ഥാപിച്ചതാണ്. ഭരണത്തിന്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ജൈന ഗുരുക്കന്മാരുമായി സമ്പർക്കത്തിലായി. വേദങ്ങളോടുള്ള ഭക്തി അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഉപേക്ഷിച്ചു. ജൈന ഗുരുക്കന്മാരുടെ ഉപദേശം സ്വീകരിച്ച ഭോജൻ ഒടുവിൽ ജൈനരുടെ പാത സ്വീകരിക്കുകയും പശു ആരാധനയെ തള്ളിക്കളയുകയും ചെയ്തു എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു.